നമസ്തേ രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിൽ വീണ്ടും ജിഹാദി ഭീകരത. ദിനാജ്പൂരിൽ ഹിന്ദു സംഘടനാ നേതാവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നു. ഭാബേഷ് റോയ് നേരിട്ടത് ക്രൂരമർദ്ദനം. മുർഷിദാബാദിലെ കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ബംഗാൾ ഗവർണറും ദേശീയ വനിതാ കമ്മീഷനും കൊല്ലപ്പെട്ടവരുടെ വീടുകളിലും എത്തി. പലായനം ചെയ്ത ഹിന്ദുക്കളെ തിരിച്ചെത്തിക്കും. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് VHP. കണ്ണൂർ തളിപ്പറമ്പിലെ വഖഫ് ബോർഡിന്റെ അവകാശവാദം തെറ്റ്. 600 ഏക്കർ ഭൂമി നരിക്കോട്ട് ഇല്ലത്തിന്റെ തന്നെയെന്ന അവകാശികൾ. ഭൂമി പൂർവികർ വാക്കാൽ ലീസിന് നൽകിയതെന്ന് വാദം. ജനം ബ്രേക്കിംഗ്. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അമേരിക്ക. പ്രസിഡന്റ് ട്രംപ് വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ അതിർത്തിയിൽ ഭൂചലനം. ഉച്ചയോടെ അനുഭവപ്പെട്ടത് 5.8 തീവ്രത. കശ്മീർ, ഡൽഹി തുടങ്ങി ഉത്തരേന്ത്യൻ മേഖലകളിൽ പ്രകമ്പനം. വിശദമായ വാർത്തകളിലേക്ക്. ബംഗ്ലാദേശിൽ ഹൈന്ദവ സംഘടനാ നേതാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. ഭാബേഷ് ചന്ദ്ര റോയിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. അക്രമികൾക്കായി തെരച്ചിൽ തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു. വടക്കൻ ബംഗ്ലാദേശിൽ ദിനാജ്പൂർ ജില്ലയിലാണ് പ്രമുഖ ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ബംഗ്ലാദേശ് പൂജ ഉദ്ജബൻ പരിഷത്തിന്റെ നേതാവായ ഭാബേഷ് ചന്ദ്ര റോയിയാണ് കൊല്ലപ്പെട്ടത്. ഇദ്ദേഹം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഭാബേഷ് ചന്ദ്ര റോയിയെ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്നാണ് അക്രമികൾ തട്ടിക്കൊണ്ടുപോയത്. രാത്രിയോടെ അവശനായ നിലയിൽ കണ്ടെത്തി ആശുപത്രിയിലെത്തിച്ചെങ്കിലും അതിനു മുൻപ് മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചിന്മയ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആചാര്യന്മാർ ഇപ്പോഴും ബംഗ്ലാദേശിൽ ജയിലിൽ തുടരുകയാണ്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയിട്ടും ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ ആവർത്തിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ബംഗ്ലാദേശ് തയ്യാറാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഭാരതം ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുത്തുകൊണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ക്രൂരമായ അക്രമങ്ങൾ നടത്തിയിരുന്നു. ജനം, ഡൽഹി. ബംഗാളിൽ സംഘർഷബാധിത മേഖലകൾ സന്ദർശിച്ച് ഗവർണർ CV ആനന്ദബോസും ദേശീയ മനുഷ്യാവകാശ വനിതാ കമ്മീഷൻ അധ്യക്ഷന്മാരും. ഇരകൾക്ക് നിയമസഹായം ഉറപ്പാക്കുമെന്ന് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ച ശേഷം വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അറിയിച്ചു. അതേസമയം പോലീസ് തൃണമൂൽ പാർട്ടി പ്രവർത്തകരെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് BJP വിമർശനം ഉന്നയിച്ചു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ ഹിന്ദു വിരുദ്ധ കലാപം നടന്ന മുർഷിദാബാദിൽ മലോച്ച, ധുലിയാൻ, മാൽഡ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഗവർണർ CV ആനന്ദബോസ് നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വീടുകളിലേക്ക് പോകാവുന്ന സാഹചര്യം ഉണ്ടാകുന്നതുവരെ ഇരകൾക്ക് താൽക്കാലിക ക്യാമ്പുകളിൽ സൗകര്യവും സംരക്ഷണവും ഉറപ്പാക്കണമെന്ന് ഗവർണർ നിർദ്ദേശിച്ചു. ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കും. ഇരകൾക്ക് സംരക്ഷണവും നിയമസഹായവും ഉറപ്പാക്കുമെന്ന് കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിച്ച ശേഷം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ രവിത്തർ പറഞ്ഞു. അതേസമയം ഗവർണറും കേന്ദ്ര സർക്കാരും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സംസ്ഥാന പോലീസ് തൃണമൂൽ പാർട്ടി പ്രവർത്തകരെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും BJP നേതാവ് രാഹുൽ സിൻഹ പറഞ്ഞു. മമതാ സർക്കാരിന്റെ പിന്തുണയോടെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കലാപം നടത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. तृणमूल का कैडर बन के काम करते हैं, पुलिस के नाते काम करते हैं, तो बंगाल में कोई टीम आने का जरूरत ही नहीं है, राज्यपाल को जाने का ही जरूरत नहीं है, कोई मानवाधिकार कमीशन या कोई महिला कमीशन को आने का जरूरत ही नहीं पड़ेगा. पुलिस ठीक काम करते थे तो, लेकिन पुलिस ही हो गया तृणमूल का कैडर, तो यही पर जनता को कौन रक्षा करे. കലാപമാളിക്കത്തിയ ധുലിയാൻ, മാൾഡ, മലോജ മേഖലകളിൽ നിന്ന് നിരവധി ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്തിരുന്നു. അവരെ കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ തിരിച്ചെത്തിക്കുന്ന നടപടികൾ ആരംഭിച്ചു. ജനം, ഡൽഹി. പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമടക്കം ഗ്രാമീണർ സർവ്വതും നഷ്ടപ്പെട്ട് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളെ പോലെ ഭയന്ന് കഴിയുന്ന കാഴ്ച ഹൃദയഭേദകമെന്ന ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്.
ബംഗാളിൽ അക്രമബാധിത ജില്ലകളായ മാൾഡയിലും മുർഷിദാബാദിലും 2 ദിവസത്തെ സന്ദർശനം നടത്തിയ ഗവർണർ ഇരകളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച ചെയ്യുമെന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും വ്യക്തമാക്കി. ജനജീവിതം സാധാരണ നിലയിലെത്തിക്കാൻ അടിയന്തര ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. ഷംഷീർഗഞ്ചിലെ ജാഫറാബാദിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തെയും ഗവർണർ ഇന്ന് সন্দর্শിച്ചു. এত ক্লিক করে বছরে তো ট্যাক্স পর নেওয়ার সময় কোনো ভুল করছে না, ঠিক সময় পৌঁছে যাচ্ছে। हम लोग का भी कुछ नहीं चाहिए, काम चाहिए, यही कहना है, बाकी और कुछ कहना नहीं. ബംഗ്ലാദേശിൽ ഹൈന്ദവ സംഘടനാ നേതാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാവുകയാണ്. ബാബേഷ് ചന്ദ്ര റോയിയാണ് ഇന്ന് വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ അക്രമികൾക്കെതിരെ ശക്തമായൊരു അന്വേഷണം ആരംഭിച്ചതായി പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ അംഗങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് ഭാരതം ആവശ്യപ്പെടുകയാണ്. നയതന്ത്ര തലത്തിൽ ഇതിനോടകം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള നടപടി ഉണ്ടാകണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് എന്ന അറിയിപ്പാണ് ബംഗ്ലാദേശ് പോലീസ് നൽകുന്നത്. പക്ഷേ നമുക്കറിയാം, നേരത്തെ ബംഗ്ലാദേശിൽ ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ആരംഭിച്ച കലാപം പിന്നീട് ഒരു ഹിന്ദു വിരുദ്ധ കലാപമായി മാറുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടും അതിന്മേൽ ശക്തമായ നടപടിയെടുക്കാൻ പോലീസും ബംഗ്ലാദേശ് സൈന്യവും തയ്യാറായിരുന്നില്ല. പിന്നീട് പോലീസും സൈന്യവും നൽകിയ റിപ്പോർട്ടിൽ പോലും മതപരമായി ഇത്തരത്തിൽ കൊലപാതകങ്ങളൊന്നും നടന്നിട്ടില്ല, സ്വാഭാവികമായി നടക്കുന്ന അക്രമ സംഭവങ്ങളാണ് നടന്നത് എന്ന് അത്തരം കലാപ സംഭവങ്ങളെയും ഗൗരവമുള്ളത് അല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ബംഗ്ലാദേശ് പോലീസ് ആ റിപ്പോർട്ട് നൽകിയത്. ഏതായാലും ഭാരതം നിലവിൽ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് ബംഗ്ലാദേശിനോട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കാരണം ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് ബംഗ്ലാദേശിന്റെ രൂപീകരണ സമയത്ത് 20-ന് മുകളിൽ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ നിലവിൽ അത് 7% താഴേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം മറ്റ് പാഴ്സി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ ന്യൂനപക്ഷമായി ബംഗ്ലാദേശിൽ എത്തുമ്പോഴും നിലവിൽ ഇടക്കാല സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം തുടരുകയാണ്. ഇന്നലെയാണ് ബംഗ്ലാദേശിൽ ഈ പൂജ ഉത്പജൻ പരിഷത്തിന്റെ നേതാവായിട്ടുള്ള വടക്കൻ ബംഗ്ലാദേശിലെ ദിനാജ്പൂരിലെ ഹിന്ദു നേതാവ് ബാബേഷ് ചന്ദ്ര റോയിയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി അക്രമികൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. ഇദ്ദേഹം അവിടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവകാശ സംരക്ഷണത്തിനു വേണ്ടിയുള്ള കൂട്ടായ്മകളും അതിനുവേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി സംസാരിക്കുന്ന നേതാക്കന്മാരെ, ഹിന്ദു നേതാക്കന്മാരെയും ചിന്മയ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആചാര്യന്മാരെയും പോലീസ് തന്നെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ചിന്മയ് കൃഷ്ണദാസ് കഴിഞ്ഞ കുറച്ചധികം മാസങ്ങളായി ജയിലിൽ തുടരുന്നു. സാധാരണഗതിയിൽ ലഭിക്കേണ്ട നിയമസഹായം പോലും ലഭ്യമാക്കാത്ത രീതിയിലാണ് നിലവിൽ ഇടക്കാല ഭരണകൂടം മുൻപോട്ട് പോകുന്നത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നു. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധമായിരുന്നു. പിന്നീട് അവിടെ ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി സംഘടനയും ആ പ്രതിഷേധത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ആ പ്രതിഷേധം ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള പ്രക്ഷോഭമാക്കി മാറ്റുകയും ഹിന്ദു വിരുദ്ധ കലാപമായി, അല്ലെങ്കിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രൂരമായിട്ടുള്ള അതിക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള കലാപമായി മാറിയത്. അതിനുശേഷം മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരത്തിൽ വന്നെങ്കിലും ഇത്തരത്തിൽ ന്യൂനപക്ഷ നേതാക്കൾക്കെതിരെയും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കെതിരെയും ഇത്തരത്തിൽ കടുത്ത ക്രൂരത തുടരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഹിന്ദു നേതാവിന്റെ കൊലപാതകം. ഇതിനെതിരെ ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഭാരതം ഈ വിഷയത്തിൽ കടുത്ത ഭാഷയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഷ്ണു. ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാൾ കലാപത്തിൽ രാജ്യവ്യാപക പ്രതിഷേധവുമായി വിശ്വ ഹിന്ദു പരിഷത്ത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് VHP ആവശ്യപ്പെട്ടു. മുർഷിദാബാദ് സംഘർഷം NIA അന്വേഷിക്കണമെന്നുമാണ് ആവശ്യം.
വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഇസ്ലാമിക സംഘടനകൾ ബംഗാളിൽ നടത്തിയ പ്രതിഷേധമാണ് ഹിന്ദു വിരുദ്ധ കലാപമായി മാറിയത്. കലാപത്തിൽ മുർഷിദാബാദിൽ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. മമതാ സർക്കാരാണ് ഇസ്ലാമിക ഭീകരശക്തികളെ കയറൂരി വിടുന്നതെന്നാണ് ദേശീയ പ്രസ്ഥാനങ്ങളുടെ വിമർശനം. ബംഗാളിലെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിച്ചു. ക്രമസമാധാന നില തകർന്ന ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് VHP ആവശ്യപ്പെട്ടു. നേരത്തെ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കൂടാതെ കലാപത്തെപ്പറ്റി NIA അന്വേഷിക്കണമെന്നും VHP ആവശ്യപ്പെടുന്നുണ്ട്. നിലവിൽ ബംഗാൾ പോലീസിലെ 9 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് മുർഷിദാബാദിലെ കലാപം അന്വേഷിക്കുന്നത്. ജനം, ഡൽഹി. അഫ്ഗാനിസ്ഥാൻ താജിക്കിസ്ഥാൻ അതിർത്തിയിൽ ഭൂചലനം. ഉച്ചയോടെ 5.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. കശ്മീർ, ഡൽഹി, NCR തുടങ്ങി ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും നേരിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പം 130 കിലോമീറ്റർ താഴ്ചയിലാണെന്ന് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി അറിയിച്ചു. നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ നടപ്പാക്കുന്നത് വൈകിയാൽ മധ്യസ്ഥ ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. വെടിനിർത്തൽ ഉടൻ യാഥാർത്ഥ്യമാക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. വെടിനിർത്തലിനായുള്ള സാധ്യത വൈകിപ്പിക്കുന്നത് വിഡ്ഢിതരമാണെന്നും ട്രംപ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുക്രൈൻ യുദ്ധം സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി കഴിഞ്ഞ ദിവസം പാരീസിൽ ചർച്ച നടന്നിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുക്രൈൻ റഷ്യ വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. സമാന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റും ഇന്ന് നൽകിയിരിക്കുന്നത്. യുക്രൈനും റഷ്യയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം, അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കുകയും വേണം. വെടിനിർത്തൽ ഉടൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ചർച്ചകളിൽ നിന്ന് പിന്തിരിയുമെന്നാണ് ട്രംപിന്റെ നിലപാട്. If for some reason one of the two parties makes it very difficult, we're just going to say you're foolish, you're fools, you're horrible people, and we're going to just take a pass. But hopefully we won't have to do that. Now, Marco is right in saying it. We want to see it end. Think of it. Every day, a lot of people are being killed as we talk about, as they play games. So we're not going to take that, and we'll see. I think we have a good chance of solving the problem, however. Well, I don't want to say that, but we want to see it end. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ വൈകിപ്പിക്കുന്നത് വിഡ്ഢിത്തരമെന്നും ട്രംപ് വിശേഷിപ്പിക്കുന്നു. വെടിനിർത്തലിന് തയ്യാറെന്ന് യുക്രൈൻ അറിയിച്ചിരുന്നെങ്കിലും റഷ്യയുടെ നിലപാട് അനുകൂലമല്ല. ഇതിനിടെ വീണ്ടും ബ്രിട്ടൻ നോർവേയുടെ സഹായത്തോടെ യുക്രൈന് സൈനിക സഹായം നൽകിയിരുന്നു. കരിങ്കടൽ വെടിനിർത്താനുള്ള ധാരണ റഷ്യയും യുക്രൈനും അംഗീകരിച്ചിരുന്നെങ്കിലും സമ്പൂർണ്ണ വെടിനിർത്തൽ ഇതുവരെ നടപ്പായിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ചകളിൽ നിന്ന് പിന്മാറുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. 2014 യുക്രൈനിൽ നിന്ന് റഷ്യ പിടിച്ചെടുത്ത ക്രിമിയയുടെ നിയന്ത്രണം തുടരുന്നതിനെ അനുകൂലിച്ച് അമേരിക്ക. പാരീസിൽ ഇക്കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അമേരിക്ക ഇക്കാര്യം മുന്നോട്ട് വെച്ചതായാണ് സൂചന. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും ഇക്കാര്യം ചർച്ച ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ക്രിമിയയിൽ റഷ്യൻ നിയന്ത്രണം തുടരുന്നത് അമേരിക്ക അനുകൂലിക്കുന്നതായാണ് സൂചന. 2014 സൈനിക നടപടിയിലൂടെയാണ് ക്രിമിയ റഷ്യ പിടിച്ചെടുത്തത്. യുക്രൈൻ അധീനതയിലുള്ള പ്രദേശം പിടിച്ചെടുത്തതിൽ കടുത്ത അന്താരാഷ്ട്ര എതിർപ്പ് റഷ്യ നേരിടുന്നുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയും റഷ്യൻ നിലപാടിനെ ശക്തമായി എതിർക്കുകയായിരുന്നു നാളിതുവരെ. ഇക്കഴിഞ്ഞ ദിവസം പാരീസിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി യുക്രൈൻ വിഷയം അമേരിക്ക ചർച്ച ചെയ്തിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചർച്ചയുടെ ഭാഗമായിരുന്നു. ഈ ചർച്ചയിൽ അമേരിക്കയുടെ നിലപാട് വിശദീകരിക്കുന്ന കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. രേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവറോവും ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നാണ് സൂചന. യുക്രൈൻ പ്രദേശമായ ക്രിമിയ വിട്ടു നൽകാൻ ആവില്ലെന്ന നിലപാടിലാണ് വ്ളോദിമിർ സെലൻസ്കിയുടേത്. എന്നാൽ ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നിലപാട് വ്യക്തമല്ല. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ നിന്ന് അമേരിക്ക പിന്തിരിയുമെന്ന മുന്നറിയിപ്പും മാർക്കോ റൂബിയോ യോഗത്തിൽ നൽകിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഈസ്റ്റർ ദിനത്തെ വരവേൽക്കാനൊരുങ്ങി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ. ഈസ്റ്ററിന് മുന്നോടിയായി തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബസേലിയോസ് ക്ലിമിക്സ് കത്തോലിക്ക ബാവ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട്. ശ്രീനന്ദ, വിശ്വാസികൾ എത്തി തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് മറ്റ് ചടങ്ങുകൾ?
വിഷ്ണു പീഡാനുഭവത്തിനും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒരു ദിനമാണ് ഇനി. വരും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിലാണ്. മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ബസോലിയോസ് ക്ലീമിക്സ് ബാവ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങുകൾക്കാണ് ഇവിടെ തുടക്കമാകാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ചടങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. വിശ്വാസികൾ എല്ലാവരും തന്നെ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും തന്നെ ആ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന ഒരു ശ്രീനന്ദ സൂചിപ്പിച്ചതുപോലെ വിശ്വാസികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്, ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വാർത്തയിലേക്ക് തിരിച്ചെത്താം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. RSS ക്ഷേത്രീയ കാര്യകൃത്യ വികാസ് വർഗിന് പാലക്കാട് തുടക്കമായിരിക്കുകയാണ്. സമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ച അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും മേൽപ്പറഞ്ഞ സത്യം ബോധ്യപ്പെട്ടു. ദേശീയ ജനതയുടെ സംഘടിതാവസ്ഥ ഒഴിഞ്ഞ് മറ്റൊരു മാർഗവും ഈ നാടിനെ കരകയറ്റുവാൻ വേണ്ടിയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ സ്വാതന്ത്ര്യം ലഭിച്ചാലും അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ ഈ നാടിനോട് കൂറുള്ള, ഈ നാടിന്റെ ദേശീയതയിൽ അഭിമാനിക്കുന്ന ഒരു ജനതതി ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ദീർഘവീക്ഷണം ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനു വേണ്ടിയിട്ടൊരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. അതാണ് അന്നേ വരെ ചിന്തിച്ച മറ്റുള്ളവരിൽ നിന്നും കുജനീയ ഡോക്ടർജിയെ വ്യത്യസ്തനാക്കുന്നത്. എല്ലാവർക്കും ഒത്തുചേരാൻ സാധിക്കുന്നതും ഏറ്റവും ലളിതവും സരളവുമായതും എന്നാൽ അകക്കാമ്പിന്റെ കാര്യത്തിൽ ഗാംഭീര്യമുള്ളതുമായ ഒരു കാര്യപദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. നമുക്കെല്ലാവർക്കും ആ കാര്യപദ്ധതിയെ കുറിച്ച് അറിയാം. 1 മണിക്കൂർ നടക്കുന്ന ശാഖയെ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് പലതരത്തിലും വീക്ഷിക്കാൻ പറ്റും. അവിടെ കുറച്ച് ആളുകൾ വ്യായാമം ചെയ്യുകയാണ്, കുറച്ചുപേർ കളിക്കുകയാണ്, ഇനി ശത്രുക്കളായിട്ടുള്ളവരവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചനയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പല വർഗീയതയാണ്, ഇങ്ങനെ പല കാര്യങ്ങളും അവർക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, കുരുടൻ ആനയെ കണ്ട പോലെയാണ്. കണ്ണില്ലാത്തവര് ആനയെ കാണാൻ പോയിട്ട് ആനയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിലും പിടിച്ചു നോക്കിയതാണ് കഥയാണ്, എല്ലാവരും കേട്ടിട്ടുള്ള കഥയാണ്. കാലിൽ പിടിച്ച ആൾ പറഞ്ഞ ആന തോട് പോലെയാണ് ഇരിക്കുന്നത്, വാലിൽ പിടിച്ച ആൾ ആന ചൂര് പോലെയാണെന്ന് പറഞ്ഞു, വയറെ പിടിച്ച ആൾ ആന പാറ പോലെയാണെന്ന് പറഞ്ഞു, ചെവി പിടിച്ച ആള് ആന മുറം പോലെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ പലതരത്തിൽ ആനയെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും സംഘസ്ഥാനത്തിന് വെളിയിൽ നിന്ന് സംഘത്തിന്റെ ഉള്ളിൽ വന്ന സംഘത്തെ മനസ്സിലാക്കാത്ത പല ആളുകളും സംഘത്തെ കുറിച്ച് പറയുന്ന അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സങ്കല്പിക്കുന്നത് ഇത് കേവലം സംഘത്തിന് വെളിയിലുള്ളവർ മാത്രമല്ല. സംഘത്തെ അത്യാവശ്യം സ്നേഹിക്കുന്ന ആളുകൾ പോലും സംഘത്തെ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. വെളിയിൽ നിന്ന് കാണുന്നവർ പറയുന്നത് വേറൊരു കാര്യം. സംഘത്തെ പലപ്പോഴും നമ്മുടെ പല സ്വയംസേവകരുടെയും വീടുകളിൽ ചെല്ലുമ്പോൾ RSS ക്ഷേത്രീയ കാര്യകർതൃ വികാസ് വർഗിന് പാലക്കാട് തുടക്കമായിരിക്കുകയാണ്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.